സമ്മറിങ് അടുത്തില്ലേ? എങ്ങോട്ടാ ഇത്തവണത്തെ യാത്ര? ഒരു 3 ദിവസത്തേക്ക് നോർത്ത് വെയിൽസിലേക്കാണ് ഞങ്ങൾ പോയത്. ബീച്ച് റിസോർട്ടിലായിരുന്നു സ്റ്റേ എടുത്തിരുന്നത്. എയർബിഎൻബി ത്രൂ ആണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സൗത്ത് സ്റ്റാക്ക് ലൈറ്റ് ഹൗസ് ആയിരുന്നു. ഞങ്ങളെടുത്ത സ്റ്റേയിൽ നിന്നും ഒരു 1 അവർ ജേണി ഉണ്ടായിരുന്നു ഈ പ്ലേസിലോട്ട്. സെക്കൻഡ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത് സ്നോഡോണിയാണ്. മൗണ്ടൻ റെയിൽവേയിൽ കയറി. ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാം. ഞങ്ങൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അത് നല്ലതായിരിക്കും. ടോപ്പിലെത്തിയ വ്യൂ അമേസിങ് ആയിരുന്നു, സൂപ്പറായിരുന്നു. ട്രെയിൻ യാത്ര ഒന്നും പറയാനില്ല, കിടിലം. മൗണ്ടെയ്ൻസ് കാണാൻ സൂപ്പറായിരുന്നു. ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഷോപ്പും റിഫ്രഷിങ് ഏരിയയൊക്കെയുണ്ട്. നെക്സ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അബർഫോൾസ് ആയിരുന്നു കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ വോക്സ് ഉണ്ട് വാട്ടർഫോളിലോട്ട് എത്താൻ. ഒരു ഈവനിങ് ടൈമായിരുന്നു പോയത്. അധികം തിരക്കൊന്നുമില്ലായിരുന്നു. ചെമ്മരിയാടുകളുണ്ടായിരുന്നു 2 സൈഡിലും. അവരെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുമായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേയുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു സിപ്പ് വേൾഡ്. ഒരു സൂപ്പർ എക്സ്പീരിയൻസ് എന്ന് പറയാം. ഞങ്ങൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. 10 മണിക്കായിരുന്നു അവിടെ സ്റ്റാർട്ടിങ് ഓപ്പണിംഗ് ടൈം. ഞങ്ങൾ 10 മണിക്കത്തെ ടിക്കറ്റായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. ഒരു സൂപ്പർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ സൂപ്പർ എക്സ്പീരിയൻസ്. ഞങ്ങളൊരു 3 അവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്തു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഫോറസ്റ്റിൽ കൂടി ഉള്ള ഈ ഫോറസ്റ്റ് ഇറ്റ് വാസ് സോ നൈസ്. മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു കോൺവേ കാസിൽ. കാസിലുകൾ പൊതുവേ വിസിറ്റ് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്ത എനിക്ക് വലിയ പ്രതീക്ഷകളോടുകൂടിയൊന്നുമല്ല ഞാൻ പോയത്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു കാസിൽ കാണുന്നത്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കാസിലായിരുന്നു ഇത്. കാസിലിൻ്റെ ഓരോ കോർണറിലും ഓരോരോരോ ചരിത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കാസിലിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴൊക്കെയുള്ള വ്യൂ സൂപ്പറായിരുന്നു. കാസിലിൻ്റെ ഗാലറി മസ്റ്റ് ട്രൈ ആണ്. ഞങ്ങൾ അവിടെ നിന്ന് സൊവനീർസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു ലൈഡാനോ പിയർ. സൂപ്പർ പ്ലേസ് ആയിരുന്നു അത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ കേബിൾ കാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കേബിൾ കാറിൽ കയറി. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യേണ്ട. കേബിൾ കാറിൽ നമ്മൾ അവിടെ ചെന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. ബിക്കോസ് വെതർ അനുസരിച്ച് അവിടുത്തെ കേബിൾ കാറിൻ്റെ പ്രവർത്തിക്കുന്ന ടൈമൊക്കെ വേരിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇതും. അപ്പോൾ UK ഇത്തവണ ഈ സമ്മറിൽ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവർ നോർത്ത് വെയിൽസ് ആണ് ലൊക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്തെങ്കിൽ ഇത്രയും പ്ലേസസ് മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. വർത്ത് ഇറ്റ് ആണ്. ഞങ്ങളൊരു 3 days ആയിരുന്നു ടോട്ടൽ സ്പെൻഡ് ചെയ്തത്. 3 days പോയതേ അറിഞ്ഞില്ല. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലമൊക്കെ കാണാൻ. വന്ന് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ആ ഫീലിങ്സ്. അപ്പോൾ ഇത്തവണത്തെ ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡെസ്റ്റിനേഷൻ വെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നോർത്ത് വെയിൽസിലെ ഈ സ്ഥലങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. മസ്റ്റ് ട്രൈ ആണ്, മസ്റ്റ് വിസിറ്റ് പ്ലേസസുകളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ സ്മോൾ ചാനൽ. താങ്ക് യു.